ഒരു നല്ലൊരു ടോപ്പിക്കും എനിക്ക് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഒരു ഡിബേറ്റ്, വാദപ്രതിവാദം പോലെ നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. കാരണം നമ്മളിങ്ങനെ പറയൂലോ ശ്വേത ജ്യോതി, അതായത് സൂപ്പർ അമ്മയും മകളും എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ കിട്ടണമെങ്കിൽ ഡാൻസും പാട്ടും അത് മാത്രമല്ലല്ലോ. അമ്മമാരെങ്ങനെയാണ് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത്, അവരുടെ പെർസ്പെക്റ്റീവ് എത്രത്തോളം ശരിയാണ്, അതുകൊണ്ട് അവരുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്കും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അതൊക്കെ നമ്മൾ ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതിന് ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഷിൻജു ആൻഡ് സന്ധ്യ ഇവർ രണ്ടുപേരും ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ ടോപ്പിക് കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം. ഓക്കെ, സോ നമ്മുടെ സൂപ്പർ അമ്മമാരായ 2 പേരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നോർമലി വർക്കിംഗ് വുമൻ ആൻഡ് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അതിൽ ചില സ്ത്രീകൾ വിചാരിക്കും, ഓക്കെ നമുക്കിപ്പം മക്കളും ഭർത്താവും ഒക്കെ ആയ സ്ഥിതിക്ക് ഇനി ജോലിക്കൊന്നും പോകണ്ട, അവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അതെ, അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, അവരിപ്പം സന്ധ്യ ചില സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കള് അവരുടെ രീതിയിൽ അവര് വളരുന്നു, അവര് പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ജോലി കിട്ടുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇത് കോമ്പറ്റീഷനാണ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഒന്നും റിലേറ്റഡ് അല്ല. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, അതിൽ ബാക്കി കേൾക്കുന്ന ആൾക്കാർക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള പോയിന്റ്സ് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഒരു 2 minutes നമ്മൾ അത് ശ്വേതാജി നോക്കും. അപ്പോൾ ഓക്കെ അല്ലേ ശ്വേതാജി? യെസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നമ്മൾ തുടങ്ങാൻ പോണ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാനിപ്പോൾ ഒരു വർക്കിംഗ് മെമ്പർ ആയതുകൊണ്ട് എൻ്റെ അവൾക്കൊരു റോൾ മോഡലായി കാണിക്കാൻ പറ്റി. ഓക്കെ, അമ്മ ഏൺ ചെയ്യുന്നത് മാത്രമല്ല സെൽഫ് കോൺഫിഡൻറ്റ് ഒക്കെ കൂടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ മകൾക്ക് കാണിക്കാം. കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് അത് തന്നെ ഫസ്റ്റ് ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോൾക്ക് ഫാമിലി എന്താണ്, ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ, ആ ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് എന്താണ്, അതിൽ നിന്ന് അവൾക്ക് എങ്ങനെ പുറത്തു പോകുമ്പോൾ അവൾക്ക് അത് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും എന്നൊക്കെ എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഉള്ളത് കൊണ്ട് കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഇല്ല, കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ ഒരു അമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മകളുടെ ആവശ്യഘട്ടങ്ങൾ, അതായത് അത്യാവശ്യം വരുമ്പോൾ, ഞാനൊരു വർക്കിംഗ് ആയിരുന്നു ആക്ച്വലി. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ 6 o'clock ഞാൻ ഓഫീസിൽ പോകും, ഈവനിങ് വരുമ്പോൾ മിക്കവാറും 8 o'clock ആയിരിക്കും. എൻ്റെ മോള് നടക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സ്പന്ദനം പോലും എനിക്കറിയാൻ പറ്റില്ല. മോളൊന്ന് കുളിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനൊരു 2 months കഴിഞ്ഞപ്പോഴേക്കും വർക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം എനിക്ക് ആക്ച്വലി ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവളെ ഒന്ന് താലോലിക്കാൻ അല്ലെങ്കിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ, നമ്മൾ ആ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ അവൾ പിന്നെ വന്ന് എന്നെ ഒന്ന് പറയുന്നത്, എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അവളുടെ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത്. വുമൻ എന്നത് ഇങ്ങനെ മക്കളെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ വിട്ടിട്ടല്ല അവർ പുറത്ത് പോകുന്നത്, വീട്ടിലത്തെ കാര്യം ചെയ്തിട്ടാണ് അവർ ഓപ്പൺ അപ്പ് പോകുന്നത്. വീട്ടിലത് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 12 hours നമ്മളൊരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതും 2 hours ഒരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾ എപ്പോഴും ചെറിയ കുട്ടിയായിട്ടല്ലല്ലോ നിൽക്കുക. ഒരു കുട്ടീനോട് ത്രൂ ഔട്ട് ഒരു 24 hours സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം 24 hours എൻ്റെ മോളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഹയർ ക്ലാസ് എത്തിയിട്ടാകുമ്പോൾ കുട്ടി സ്കൂളിലായിരിക്കും 3:30 വരെ. അപ്പം അതുവരെ എന്ത് ചെയ്യും? ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട്, അവൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. എൻ്റെ ഡ്രീം ആർക്കും വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തതല്ല, ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ അവളിൽ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മളെയാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലായാലും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കാണല്ലോ ഒരു കുഞ്ഞിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, നമ്മളാണ് ആ കുഞ്ഞിന് ബർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കിപ്പോൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമാണ് വലുത് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോവാം. സോ ഓക്കെ, നമ്മളൊരു അമ്മ എന്നുള്ളതിനെക്കാട്ടി നമുക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോവാം, ആർക്കും ഒരു ഒബ്ജക്ഷൻ അല്ല. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ
വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ഭയങ്കര ഡെലിവറി ഉണ്ടായത്. അപ്പം ആഫ്റ്റർനൂൺ സെഷനിൽ എനിക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ കോളേജിൽ നിന്ന് ഞാൻ ഫീഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നു. സോ എന്റെ മകളുടെ കാര്യം ആഫ്റ്റർനൂൺ സെക്ഷനിൽ ആ സമയത്ത് നമ്മൾ വന്ന് കുഞ്ഞിനോട് ഇരിക്കുന്നതും ആ കുഞ്ഞ് നേരിട്ട് നമ്മളോട് സ്കൂളിൽ നിന്ന് നേരിട്ട് ഓടി വന്നിട്ട് നമ്മളോട് അവിടെ നിന്ന കാര്യങ്ങൾ പറയുന്നതിൻ്റെയും ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഹാപ്പിനെസ്സിന് വ്യത്യാസമുണ്ട്. രണ്ടാളുടെയും കോൺസെപ്റ്റും പോയിന്റ്സും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു നോൺ വർക്കിംഗ് അമ്മേൻ്റെ മോളാണ്, പക്ഷെ ഞാനൊരു വർക്കിംഗ് മദറായി മാറി. എനിക്കറിയില്ല എൻ്റെ മോളുടെ എന്താ ഫ്യൂച്ചർ. നമുക്ക് ആർക്കും അറിയില്ല വാട്ട് ഈസ് ദ റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. സത്യം പറഞ്ഞാൽ വർക്കിംഗ് അമ്മയും നോൺ വർക്കിംഗ് അമ്മയും, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും താങ്ക്ലെസ് പേലെസ് ജോബാണ് അമ്മ, അല്ലേ? ഒരു സാലറി ഒന്നും കിട്ടാത്ത ഒരു കുടുംബിനി എന്ന് പറഞ്ഞാൽ തന്നെ താങ്ക്ലെസ് ജോബാണ്. പിന്നെ കൊറോണ സമയത്ത് ഞാനൊരു നോൺ വർക്കിംഗ് വൈഫ് ആൻഡ് അമ്മയായപ്പോഴാണ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് തോന്നിയത് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടിയൊരു മൊമെൻ്റാണ്. ബിക്കോസ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കിച്ചണിൽ പോവുക, ഉണ്ടാക്കുക, കഴിക്കുക, തടിക്കുക, ഗുണ്ടുവാവുക, ഉറങ്ങുക, അടിക്കുക, പിടിക്കുക, അതൊക്കെ സോ ഇറ്റ് വാസ് എ ഫൺ. അതേ സമയത്ത് ടുഡേ ഞാൻ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാണ്, മോളിപ്പോൾ സ്കൂളിലാണ്. ഇത് വേറെ ബാലൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഹരം. യുനോ ഇത് നമ്മളിപ്പോ പ്രേക്ഷകരോട് ഇത് റൈറ്റാണ് അത് റൈറ്റാണ്, ബിക്കോസ് ഐ ഫീൽ എവ്രിബഡി ഈസ് റൈറ്റ്. ഇപ്പൊ ഈ ഒരു ചർച്ച, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ചർച്ച. നത്തിങ് ഈസ് ഗുഡ്, നത്തിങ് ഈസ് ബാഡ്. ഇവിടെ ഇപ്പൊ നമ്മള് ഇവരുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഓരോ ആൾക്കാരുടെ പ്രയോറിറ്റീസ് ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഷിഞ്ചുവിനെ സംബന്ധിച്ച് കുഞ്ഞിന്റെ ഈ പറഞ്ഞ പോലെ വളർച്ച, അവളുടെ ഓരോരോ കാര്യങ്ങൾ അപ്പപ്പ കണ്ട് മനസ്സിലാക്കുക, അതാണ് ഒരു ജോലി ചെയ്യുന്നേക്കാളും ശമ്പളം വാങ്ങിക്കുന്നേക്കാളും ഒക്കെ ഷിഞ്ചുവിന് ആവശ്യം അല്ലെങ്കിൽ സന്തോഷം തരുന്ന അതാണ്. അപ്പൊ ആ അമ്മയുടെ ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് അമ്മയുണ്ട്. ഈവൻ എന്റെ അമ്മ പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാണ്. അപ്പൊ അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് സന്ധ്യയെ പോലെ ചിന്തിക്കുന്ന ഒത്തിരി അമ്മമാർ, ഒത്തിരി സ്ത്രീകൾ വേറെയുണ്ട്. അതായത് നമുക്ക് ജോലി ചെയ്യണം, നമ്മളുടെ കരിയർ, നമ്മുടെ പാഷൻ. അത് ഞങ്ങളുടെ മാത്രമല്ല സ്വാസിക, അതൊരു ചെറിയ തെറ്റുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, കാരണം കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഓൺ വിത്ത്സ്റ്റാൻഡ്, അതായത് സ്വന്തം കാലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യാൻ പഠിക്കണം കുട്ടികൾ. എന്താണ് ലൈഫ്? ഞങ്ങളുടെ കൈമിലല്ല റിമോട്ട് കൺട്രോൾ ഉള്ളത്. ഞങ്ങൾക്കറിയില്ല ലൈഫിൽ. ഇപ്പൊ എനിക്കൊരു എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ലൈഫിൽ ഫുൾ ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് എനിക്കൊരു ആ ഫാമിലി പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ആ ഒരു ഘട്ടത്തിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കരിയറാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫ്ലോറിൽ ഞാൻ ഉണ്ടാവില്ല. സോ അത് കരിയർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ല ഞാൻ ഒരു ജോബിൽ ഇൻവോൾവ് ആയത്. സിറ്റുവേഷൻ വന്നപ്പോഴാണ്. ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ദ മോസ്റ്റ് ഏറ്റവും ഹയർ സാലറീഡ് ജോബ് എന്താണ്? ഹയസ്റ്റ് സാലറീഡ് ജോബ് എന്താണ്? അതിൻ്റെ ഉത്തരം ഒരേ ഒരു ഉത്തരമാണ് മദർ. അമ്മയ്ക്ക് നമുക്ക് എത്ര സാലറി, എത്ര കാശ് കൊടുത്താലും നമുക്ക് അവർക്ക് സാലറി ഒരു തുക നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് അമ്മ. സൂപ്പർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സൂപ്പർ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഷേക്കാൻ എടുത്ത് ഒന്നും കൂടി പറയട്ടെ. ഇന്ന് രാവിലെ നിങ്ങൾ സെയിം കോസ്റ്റ്യൂംസ് ഇടുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നല്ല മനസ്സിൽ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവിടെ വന്ന് ഈ ടാസ്ക് കേട്ടപ്പോൾ ഷോക്കായി. അതാണ് ഇവിടെ ഈ സ്വാസിക്കുട്ടിയില്ലേ ഭയങ്കര സാധന.